യൂട്യൂബർ തൊപ്പിയുടെ ഡ്രൈവർ ജാബിർ MDMA വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ കേസന്വേഷണം ഹവാല ഇടപാടിലേക്ക് നീങ്ങുകയാണ്. ഹവാല ഇടപാടിലൂടെ ലഭിക്കുന്ന പണം രാസലഹരി വാങ്ങാനായി ഉപയോഗിച്ചിരുന്നതായി സംശയമുണ്ട്. കണ്ണൂർ വളപട്ടണത്ത് ഹവാല ഇടപാടിലൂടെ മാറിയിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തൽ. കേസിൽ തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസ് ഈ മാസം 4-ന് മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കും. യൂട്യൂബർ തൊപ്പിയുടെ താമസ സ്ഥലത്ത് നിന്നും രാസലഹരി പിടികൂടിയ കേസിലാണ് ഹവാല ഇടപാടുകളിലേക്കും അന്വേഷണം നീളുന്നത്. റഷ്യയിൽ നിന്നടക്കം എല്ലാ മാസവും 1 കോടിയിലധികം രൂപ കണ്ണൂർ വളപട്ടണത്ത് ഹവാല ഇടപാടിലൂടെ മാറിയിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. വളപട്ടണം സ്വദേശിയും ബിസിനസ്സുകാരനുമായ മുനാവർ എന്ന മുനീറിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരുടെ ബിറ്റ്കോയിൻ ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട്. തൊപ്പിയുടെ ഫോൺ കോളുകളും സാമ്പത്തിക ഇടപാടുകളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ മാസം 16-നാണ് തൊപ്പിയുടെ ഡ്രൈവർ ജാബിർ MDMA വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായത്. സംഭവത്തിന് പിന്നാലെ തൊപ്പി എന്ന നിഹാദ് ഒളിവിൽ പോകുകയായിരുന്നു. തൊപ്പിയും ഇയാളുടെ സുഹൃത്തുക്കളുമായ 3 യുവതികളും മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ മാസം 4-ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. അതിനു മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. പാലാരിവട്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തൊപ്പിക്കെതിരായ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. കേസിൽ ഡ്രൈവർ ജാബിറിനെ കൂടാതെ കൊല്ലം സ്വദേശികളായ മുഹസീബ്, മുഹമ്മദ് ഹുസൈൽ എന്നിവരും പിടിയിലായിട്ടുണ്ടായിരുന്നു. കിരൺകുമാർ, ജനം, കൊച്ചി.